എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം നടന്ന CU എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് വെച്ച് ഈ പ്രൊവിഷണൽ ആൻസർ കീ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ മാർക്കിന്റെ ഏകദേശം ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ആൻസേഴ്സിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ട് എങ്കിൽ അത് PSCയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും നോക്കി വരാം. ഒന്നാമത്തെ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? ഓപ്ഷൻ സി, നെപ്പോളിയൻ. രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെപ്പോളിയനെയാണ് ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. അതൊരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, മൂന്നാമത്തെ ചോദ്യം, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നേക്കുന്നത്. 2ഉം 3ഉം തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 4ഉം. അപ്പൊ അതൊന്നും നോക്കി വെച്ചേക്കാം. ശരിയായത് ഏതൊക്കെയാ? ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ചോദ്യം നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ് നയിച്ചത്? ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഷാമാൽ. ഷാമാൽ എവിടെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത്? ഇതിൽ കൊടുത്തിരിക്കുന്ന ബരാട്ട് എന്നാണ്, ബറത്തു പർഗാന എന്ന് നമ്മൾ പറയാറുണ്ട്. ഷാമാൽ ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചു. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. നാലാമത്തേത് ഓപ്ഷൻ ബി. ബീഗം ഹസ്രത്ത് മഹൽ ഔദിലും ലക്നൌവിലും സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമുക്കത് എങ്ങനെ ഓർത്തു വെക്കാം? ബീഗം ലക്കിന് അവധി കിട്ടി. ബീഗത്തിന് ലക്കിന് അവധി കിട്ടി എന്ന് നമുക്ക് ഓർത്തു വെക്കാം. ഞാനിവിടെ ഒന്ന് എഴുതാം. ബീഗത്തിന് ലക്കിന് അവധി കിട്ടി. ഇതെന്താ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പറഞ്ഞാല്, ബീഗം എന്നുള്ളത് നമ്മുടെ ബീഗം ഹസ്രത്ത് മഹൽ, ലക്കിന് എന്നതുകൊണ്ട് ലക്നൗ, അവധി എന്നത് ഔദ്. അപ്പൊ ബീഗം ഹസ്രത്ത് മഹല് എവിടെയൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത്? ലക്നൌവിലും ഔദിലും. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ ബി 1865. അഞ്ചാമത്തതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആറാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ സി, സജി ചെറിയാൻ. അപ്പൊ ആറാമത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓപ്ഷൻ എ, ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ഓപ്ഷൻ ബി, മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതൽ ആയിരിക്കും. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ എ ആണ് ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ, ഇരുമ്പ്, നിക്കൽ. ഇത് നമ്മൾ എങ്ങനെയാ ഓർത്തു വയ്ക്കുന്നത്? ഭൂമിയുടെ അകക്കാമ്പിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? നിഫെ. ഈ നിഫെ എന്ന് ഇതിനറിയപ്പെടുന്നത് എന്തുകൊണ്ടാ? ഈ Ni എന്ന് പറയുന്നത് നിക്കലിന്റെ പ്രതീകമാണ്. Fe എന്നത് ഇരുമ്പിന്റെ പ്രതീകവും. അപ്പോൾ ഇത് രണ്ടും ചേർന്നതാണ് ഭൂമിയുടെ അകക്കാമ്പ്. അതുകൊണ്ടാണ് ഭൂമിയുടെ അകക്കാമ്പ് നിഫെ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒമ്പതാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്?
ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓൺലി 2 and 3, 2ഉം 3ഉം ശരിയല്ല. 1ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ്. അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പോ 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകള്. അപ്പോ 9ാമത്തെ ആൻസർ ഓപ്ഷൻ ബി. 10ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ സി, ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. അപ്പൊ 10ാമത്തെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി. 11ാമത്തെ ചോദ്യം നോക്കാം. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദാമോദർ നദി എന്തെന്നറിയപ്പെടുന്നു? ആസാമിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. കൊയ്ന മഹാരാഷ്ട്രയുടെ ജീവനാഡി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി. എല്ലാം നേരെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ ഡയമണ്ട്. അപ്പൊ 12ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, പാവപ്പെട്ടവന്റെ ബാങ്ക്. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്നത് RBI ആണ്. 14ാമത്തെ ചോദ്യം നോക്കിയേ. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് ഓപ്ഷൻ സി, നബാർഡ്. നബാർഡ് നിലവിൽ വന്ന വർഷമാണ് 1982. 14ാമത്തെ ഉത്തരം ഓപ്ഷൻ സി. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക ചോർജ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി, ദാദാഭായ് നവറോജി. 15ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി. ഇതൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളാണ്. കണ്ണടച്ച് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. അപ്പോ 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 16ാമത്തെ ചോദ്യം നോക്കുക. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ജൈവ കൃഷിരീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല. അപ്പൊ 16ാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. 17ാമത്തെ ചോദ്യം, ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽ പെടുന്നു? തൃതീയ മേഖല. 17ാമത്തെ ഉത്തരം ഓപ്ഷൻ എ. തൃതീയ മേഖലയിലാണ് ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ വരുന്നത്. 18ാമത്തെ ചോദ്യം, ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, RBI. RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് എന്ത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. 18ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി. 19ാമത്തെ ചോദ്യം, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ഓപ്ഷൻ സി, ആമുഖം. അത് നമുക്ക് ഇങ്ങനെയും ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏക തീയതി ഏതാണ്? 1949 നവംബർ 26 ആണ് ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏക തീയതി. അപ്പൊ അത് ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് ചോദിച്ചേക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 20ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി, പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. ഓപ്ഷൻ ബി ആണ് PSC ഇതിന് ആൻസർ കൊടുത്തിരിക്കുന്നത്. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 21ാമത്തെ ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കാനായിട്ടാണ് തന്നേക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എയില് അത് കുറെ ഭേദഗതികൾ കൊടുത്തേക്കുന്നു. ഓപ്ഷൻ ബി അത് ഭരണഘടനയുടെ ഏത് ഭാഗമാണെന്നുള്ള കാര്യമൊക്കെ കൊടുത്തേക്കുന്നു. ഓപ്ഷൻ സി അതിലെ കണ്ടന്റും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം. 42ാം ഭേദഗതി. 42ാം ഭേദഗതി അറിയപ്പെടുന്ന എന്താണ്? ചെറിയ ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി. അപ്പൊ 1ന്റെ D വരും. ഇനി ഇതിൽ നോക്കിക്കേ, 42ാം ഭേദഗതിയിലാണ് എന്ത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 വരും. രണ്ടാമത്തെ 44ാം ഭേദഗതിയാണ്
44 ഭേദഗതി നമുക്കറിയാം സ്വത്തവകാശം നിയമാവകാശമാക്കിയ ഭേദഗതിയാണ് 44 ഭേദഗതി. അതിനെ തുടർന്ന് വന്ന വകുപ്പാണ് എന്ത് വകുപ്പ് 300A. അപ്പോൾ നമുക്ക് എഴുതാം രണ്ടാമത്തത് ഓപ്ഷൻ ബി വരും. പിന്നെ അത് ഏത് വർഷമാണ് വന്നത്? 1978 വന്നേ. അപ്പോൾ അത് 4 വരും. അത് നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കാം? 44 ഭേദഗതി നിലവിൽ വന്നത് 1978 42 ഭേദഗതി നിലവിൽ വന്നത് 1976 4 4 8 4 2 6. അപ്പൊ അത് തിരിഞ്ഞു പോവാണ്ട് ഓർത്തു വെക്കണം. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതാണ് 42 ഭേദഗതിയും 44 ഭേദഗതിയും. അതിൽ 42 ഭേദഗതി 1976 44 ഭേദഗതി 1978 വന്നേക്കുന്നത്. ഇനി മൂന്നാമത്തെ നോക്കിക്കേ. മൂന്നാമത്തെ 73 ഭേദഗതിയാണ്. 73 ഭേദഗതിയെ തുടർന്ന് വന്നതാണ് എന്ത് 11 പട്ടിക. അപ്പോൾ ഓപ്ഷൻ ബി വരും. പിന്നെ അത് എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? ത്രിതല പഞ്ചായത്തിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു എന്ത് ഈ 73 ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അത് 1 വരും. അഗൈൻ 86 ഭേദഗതി, നാലാമത് പറഞ്ഞിരിക്കുന്ന 86 ഭേദഗതി, അതിനെ തുടർന്ന് വന്ന വകുപ്പാണ് വകുപ്പ് 21A. അതെന്തായിരുന്നു? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കണമെന്ന് പറഞ്ഞ ഭേദഗതിയായിരുന്നു 86 ഭേദഗതി. അപ്പൊ ഇത് 4A3 വരും. അപ്പൊ ഇതിന്റെ ഈ ഇത് വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ഓപ്ഷൻ ബി 1, 2, 3, 4, 5, 6 എല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും, ഇതെല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 23 രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 24ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് ഓർ ഏതൊക്കെ? ഓപ്ഷൻ എ 4 ഓൺലി. 24ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 25ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 104 ഭേദഗതിയിലൂടെയാണ് ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയത്. അപ്പോൾ 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 26ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏവ? അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ നിയമസഭാ ലോകസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എല്ലാ പോയിന്റ്സും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ 26ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 27ാമത്തെ ചോദ്യം. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഓർ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 1, 2, 4 ശരിയായ പ്രസ്താവനകളാണ്. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയെയാണ് ഇതിന്റെ ചെയർമാൻ. അപ്പോ 27ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 28ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2 and 3 ഇവയെല്ലാം. അപ്പൊ ഏതൊക്കെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. ഈ ദിവസങ്ങളുടെ ആ എണ്ണമൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. 28ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 29ാമത്തെ ചോദ്യം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങളാണ് ഉള്ളത്. 29ാമത്തെ ആൻസർ ഓപ്ഷൻ എ.
30ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ബി 60 വയസ്സ്. 30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇതും ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് എത്ര വയസ്സിൽ മുകളിലുള്ളവരെയാണ് എന്നത് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ചോദ്യം നോക്കാം. 31ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി. 31ാമത്തെ ഓപ്ഷൻ സി. 32ാമത്തെ ചോദ്യം. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി രാംഡിയോ മിശ്ര. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജിയുടെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? രാംഡിയോ മിശ്ര. 32ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 33ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 2ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. UNEP സ്ഥാപിതമായ വർഷം 1972 ആണ്. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 1971 ആണ്. 33ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 34ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1, 2 and 3 മൂന്നും ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അപ്പോ 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 35ാമത്തെ ചോദ്യം. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എലിസബത്ത് കോൾബർട്ട്. 35ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 36ാമത്തെ ചോദ്യം നോക്കാം. ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് ഓപ്ഷൻ സി കാർബൺ ക്രെഡിറ്റ്. 36ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കാം. 37ാമത്തെ ചോദ്യം. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. പദ്ധതികളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പദ്ധതികളും കേരള സർക്കാർ പദ്ധതി, കേന്ദ്ര സർക്കാർ പദ്ധതി, കുടുംബശ്രീ പദ്ധതി, അങ്ങനെ കുറെ പദ്ധതികളുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ PSCയിൽ അതിങ്ങനെ ഒരു സ്ഥിര സാന്നിധ്യം പോലെ കാണുന്നു. അപ്പോൾ 37ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി. 38ാമത്തെ ചോദ്യം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ? ഓപ്ഷൻ ബി കുറയുന്നു. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. 38ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 39ാമത്തെ ചോദ്യം നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി 0.075 മീറ്റർ ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഫോക്കസ് ദൂരം F is equal to വക്രതാ ആരം അല്ലെങ്കിൽ റേഡിയസ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് വക്രതാ ദൂരം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15/2 7.5 സെന്റിമീറ്ററിലാണ് നമുക്കിത് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 7.5 സെന്റിമീറ്റർ എന്ന് വരും. ചാടി കയറി ഡി കുത്തരുത്, അവിടുത്തെ യൂണിറ്റ് ശ്രദ്ധിക്കുക. നമുക്ക് 7.5 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? 0.075 മീറ്റർ എന്ന ആൻസർ വരും. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ 39ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. 40ാമത്തെ ചോദ്യം നോക്കാം. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ബി മാലൂസ് നിയമം. അപ്പൊ മറ്റേത് 3ഉം ACD എല്ലാം എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 41ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം?
ഓപ്ഷൻ ബി ചന്ദ്രയാൻ 4. 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 42ാമത്തെ ചോദ്യം പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ സി ഡി ബ്രോഗ്ലി. 42ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 43ാമത്തെ ചോദ്യം നോക്കാം. ഒരു സംയുക്തത്തിന്റെ പേര് തന്നിട്ടുണ്ട് CuNH3,6Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി +3. 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 44ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി CO2 ലൂയിസ് ബേസ് അല്ല. H2Oയും NH3യും OH- ലൂയിസ് ബേസ് ആണ്. 44ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 45ാമത്തെ ചോദ്യം 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായിട്ടാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 45ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. നോബൽ പ്രൈസ്, ഓസ്കാർ അവാർഡ് എല്ലാം കറണ്ട് അഫയേഴ്സിൽ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് കയറി വരുന്നതാണ് കേട്ടോ. 46ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പൊ കൊല്ലം ജില്ലയിലെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1ഉം 2ഉം ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 46ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 47ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഏതൊക്കെയാണ് ആ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നോക്കിക്കേ. ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ് ആണ്. 4ാമത്തെ പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 48ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. 1ാമത്തെ പ്രസ്താവന സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 49ാമത്തെ ചോദ്യം ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാർ ആയി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. 49ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 50ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. അപ്പൊ 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 51ാമത്തെ ചോദ്യം മുതൽ മാത്സ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് ആ ഉത്തരങ്ങൾ കിട്ടുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ ഞങ്ങളോട് ചോദിക്കുക. നമുക്ക് ഉത്തരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതൊന്നും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ 51ാമത്തെ ചോദ്യം നോക്കാം. 1 + 3 + 5 + etc. up to n divided by 1 + 2 + 3 etc. up to n is equal to 12/7 ആയാൽ n-ന്റെ വില എത്ര? ഓപ്ഷൻ ബി 6. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 52ാമത്തെ ചോദ്യം ഒരാൾ 1 ഡസൻ ബാഗുകൾ 4,920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓപ്ഷൻ എ 575 രൂപ. 575 രൂപയ്ക്ക് വിറ്റാലാണ് അയാൾക്ക് 15% ലാഭം കിട്ടുള്ളൂ. 52ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 53ാമത്തെ ചോദ്യം നോക്കാം. 10 raised to x into 4 by 5 raised to x is equal to 2 raised to 8 ആയാൽ x-ന്റെ വില എത്ര? ഓപ്ഷൻ ഡി 6. 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 54ാമത്തെ ചോദ്യം നോക്കാം. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിന്റെ 91% ആയാൽ ആകെ മാർക്ക് എത്ര? ഓപ്ഷൻ ബി 500. 54ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 55ാമത്തെ ചോദ്യം സാമാന്തരികം ABCDയിൽ AB AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 cm 20 cm ആണ്.
സാമാന്തരികത്തിന്റെ വിസ്തീർണം 160 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ ചുറ്റളവ് എത്ര? ഓപ്ഷൻ സി 80 സെന്റിമീറ്റർ. 55-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 56-ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 8, 27, 64, 100, 125, 216, 343. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 56-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 57-ാമത്തെ ചോദ്യം, 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 ഏത് ദിവസം? ഓപ്ഷൻ സി ശനി. 57-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 58-ാമത്തെ ചോദ്യം നോക്കാം. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 3, 7, 16, 35, 74. ഓപ്ഷൻ എ ആണ് ആൻസർ. 153. 58-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 59-ാമത്തെ ചോദ്യം നോക്കാം. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് ഡിവിഷനെയും ഇൻറ്റു എന്നത് മൈനസിനെയും ഡിവിഷൻ എന്നത് പ്ലസിനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 25 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 900 മൈനസ് 90 ഇൻറ്റു 100ന്റെ വില എത്ര? ഓപ്ഷൻ ബി 35. 59-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 60-ാമത്തെ ചോദ്യം നോക്കാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ കാറ്റ് എന്നത് 9ആയും ഡീർ എന്നത് 11ആയും കോഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കോഡ് ഭാഷയിൽ എലിഫന്റ് എന്നത് എങ്ങനെ രേഖപ്പെടുത്തും? ഓപ്ഷൻ ഡി 19. 60-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 61. The quality of the oranges dash not satisfactory. ഓപ്ഷൻ എ was. 61-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 62-ാമത്തെ ചോദ്യം, he dash 10 years of service by next March. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 62-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 63. None of us played the game well. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ 63-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 64. If you had reached the venue at the right time, you dash the chief guest. ഓപ്ഷൻ എ could have met. 64-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 65-ാമത്തെ ചോദ്യം നോക്കാം. The teacher could not dash beating the student for his misbehavior. ഓപ്ഷൻ ബി keep from. 65-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 66. The correctly spelled word is ഓപ്ഷൻ സി memento. അപ്പൊ 66-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 67-ാമത്തെ ചോദ്യം, the court observed the agreement null and void. Here null and void means invalid. ഓപ്ഷൻ ബി invalid എന്നാണ് ആൻസർ വന്നേക്കുന്നത്. അതൊരു ഇഡിയമാണ് null and void എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ മീനിങ്? invalid. 67-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 68-ാമത്തെ ചോദ്യം നോക്കാം. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. Iconoclast. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. 68-ാമത്തെ ആൻസർ ഓപ്ഷൻ എ. 69-ാമത്തെ ചോദ്യം, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. He said, will you listen to such an advice? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. He asked whether they would listen to such an advice. 69-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 70-ാമത്തെ ചോദ്യം നോക്കാം. എക്സ്പാൻഡ് UPI. ഓപ്ഷൻ എ ആണ് ആൻസർ. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. 70-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. ഇനി മലയാള സെക്ഷൻ ആണ്. 71-ാമത്തെ ചോദ്യം നോക്കാം. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി ആ പ്ലസ് അന്നാണ് അവൻ എന്നത് പിരിച്ചെഴുതുമ്പോൾ വരുന്നത്. 71-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 72 ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ ബി വിൻ പ്ലസ് സ്ഥലം വിണ്ടലം. 72-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 73 ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം. ഓപ്ഷൻ ഡി ആദിപ്രരൂപം. 73 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ഒരു പ്രയോഗമാണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ അതിവാത്സല്യം അപകടകാരിയാണ്. 74-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 75 ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. എന്താണ് തിതീർഷ എന്ന വാക്കിന്റെ അർത്ഥം? തരണം ചെയ്യാനുള്ള ഇച്ഛയെയാണ് തിതീർഷ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. 75-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 76-ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്?
ഓപ്ഷൻ ഡി ഉഗ്രം അത്യുഗ്രം. 76-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 77-ാമത്തെ ചോദ്യം നോക്കാം. കുതിരയുടെ പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. നഗജം എന്നത് കുതിരയുടെ പര്യായമല്ല. ഹയം, കോടകം, പീതി എന്നിവയാണ് കുതിരയുടെ പര്യായങ്ങൾ. 77-ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 78 കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ നായകൻ നായകി ആണ് ആൻസർ വരുന്നത്. 78-ാമത്തെ ആൻസർ ഓപ്ഷൻ എ. 79 പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി വൈദ്യർ. 79-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 80-ാമത്തെ ചോദ്യം നോക്കാം. കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി അപൂർവമായ സംഭവം. 80-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 81-ാമത്തെ ചോദ്യം. അബ്കാരി നിയമപ്രകാരം കുറെ സ്റ്റേറ്റ്മെന്റ് നൽകുന്നതിൽ കറക്റ്റ് ആണോ ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 81-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 81 മുതൽ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. 82-ാമത്തെ ചോദ്യം നോക്കാം. ENA പൂർണ്ണനാമം? ഓപ്ഷൻ ബി എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ENA പൂർണ്ണനാമമാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഓപ്ഷൻ ബി ആണ് 82-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. 83-ാമത്തെ ചോദ്യം. NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 83-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 84-ാമത്തെ ചോദ്യം നോക്കാം. ഗേജിംഗ് എന്നത്? ഓപ്ഷൻ സി ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതാണ് ഗേജിംഗ്. 84-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 85-ാമത്തെ ചോദ്യം നോക്കാം. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിന്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ മുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. ഓപ്ഷൻ ബി 72 മണിക്കൂർ. 85-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 86-ാമത്തെ ചോദ്യം. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? ആൻസർ ഓപ്ഷൻ ഡി ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. 86-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 87 ഒരാൾ തന്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യ ഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി 3ഉം 4ഉം മാത്രം. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. 87-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 88-ാമത്തെ ചോദ്യം. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം? ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം. മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം. ഈ ദിവസങ്ങളിലെല്ലാം മദ്യഷോപ്പുകൾ അടച്ചിടുന്നു. 88-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 89 ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ബ്ലെൻഡിംഗ്. 89 ഓപ്ഷൻ സി. 90-ാമത്തെ ചോദ്യം നോക്കാം. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസ് ആയ FL6 ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ഓപ്ഷൻ ബി 50,000 രൂപ. 90-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 91-ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം എത്രയാണ്? ഓപ്ഷൻ എ 35 UP. 91-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 92 കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? FL9 ലൈസൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 92-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 93-ാമത്തെ ചോദ്യം നോക്കാം. കോട്ട്പ ആക്ടിലെ ഏതു വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി വകുപ്പ് 4 അനുസരിച്ചിട്ടാണ്. 93-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 94 കോട്ട്പ ആക്ട് പ്രകാരം
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? ഓപ്ഷൻ എ 100 യാർഡ്. 94ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 95. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ഡി 18 വയസ്സ്. 95ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 96. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരിവർജന മിഷൻ ആയ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി. 96ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 97. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 14405. 97 ഓപ്ഷൻ സി. 98ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏതു വർഷം? ഓപ്ഷൻ ബി 2016. 98ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 99ാമത്തെ ചോദ്യം നോക്കാം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. 99ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 100ാമത്തെ ചോദ്യം നോക്കാം. 2000 വിവരസാങ്കേതിക നിയമം പ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 100ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ഇതാണ് പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മാർക്ക് ഏകദേശം എത്രയുണ്ട് എന്ന് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഈ ആൻസർ കീയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് സെക്ഷന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്, എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിച്ചേരുന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നമ്മൾ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ ഒരു മാത്സ് മലയാളം ഇംഗ്ലീഷ് PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ 2025 വരെ PSC നടത്തിയിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിന്റെയും +2, 10 പ്രിലിംസ്, മെയിൻസ് എക്സാമുകളിലെ എല്ലാ മാത്സ് ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസിനെ കോർത്തിണക്കി നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് PYQ സീരീസുമായി വീണ്ടും കാണാം. താങ്ക്